വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നടത്തിയ ആനയൂട്ട് അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ഗജദിനത്തിന്റെ ഭാഗമായാണ് വനം വകുപ്പ് ആനയൂട്ട് സംഘടിപ്പിച്ചത്. വിക്രമടക്കമുള്ള 11 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ അണിനിരന്നത്. വിക്രം, പല്ലവ് ദേവ്, സുന്ദരി, സൂര്യ, മുത്തു, ഭരത് 11 ഗജവീരന്മാരെ അണിനിരത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും നടത്തിയ ആനയൂട്ട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി എലിഫന്റ് ക്യാമ്പിലാണ് മനോഹരമായ കാഴ്ച. കാടിനെയും നാടിനെയും പിടിച്ചുകുലുക്കിയ ഒറ്റയാന്മാർ, മോഴകൾ എല്ലാവരും ഇന്ന് ശാന്തരാണ്. പ്രകൃതിയോടിണങ്ങിയ പരിചരണം നൽകിയാണ് ഈ കൊലക്കൊമ്പന്മാരെ വരുതിയിലാക്കി കാടിനും നാടിനും ഇണങ്ങുന്നവരാക്കി മാറ്റിയതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. ഒന്നാമത് നമ്മൾ എലഫൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ എക്കോളജിയുടെ വലിയൊരു പാർട്ടാണ്. ഓക്കെ, ഇറ്റ്സ് എ കീ സ്റ്റോൺ സ്പീഷീസ്. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ദിവസം, അതിനെ കൺസർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാനുള്ള ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നു. പഴവർഗ്ഗങ്ങൾ, ശർക്കര, അവൽ, റാഗി തുടങ്ങി ഗജവീരന്മാരുടെ ഇഷ്ടഭക്ഷണങ്ങൾ പൊതുജനങ്ങൾക്കും ആനയൂട്ട് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ് വനംവകുപ്പെന്ന് എലിഫന്റ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ മുബഷീർ. ഇതിൻ്റെ ഒരു ആനയുടെ പ്രാധാന്യം, പാരിസ്ഥിതിക പ്രാധാന്യം ജനങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഗജദിനത്തോട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പരിപാടികൾ ഇനി ഭാവിയിൽ നമ്മൾ ഒരു ക്യാമ്പ് പോലെ എല്ലാ ദിവസവും ആനയൂട്ടും അതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും ഭാവിയിൽ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഈ മഴ മാറിക്കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച വിക്രമും സുന്ദരിയും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അവരിപ്പോൾ ആളുകൾക്ക് അടുത്ത് പെരുമാറാനായ പാകത്തിന് സ്വഭാവം പോലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രകൃതിക്ക് അനുയോജ്യമായി അവർക്ക് ലഭിച്ച പരിശീലനത്തിന്റെ ഭാഗം കൂടിയാണ്. മുത്തങ്ങയിൽ നിന്നും PV ജോഷില.